അമേരിക്കൻ ക്രേപ്പിലുള്ള റണ്ണിങ് ഫാബ്രിക്കിൻ്റെ കളക്ഷനാണ് ഞാൻ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവർക്കും പൂത്തിരാൻസിലേക്ക് സ്വാഗതം. ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അമേരിക്കൻ ക്രേപ്പിലുള്ള റണ്ണിങ് ഫാബ്രിക് തന്നെയാണ്. 49 റുപ്പീസാണ് പ്രൈസ് വന്നിരിക്കുന്നത്. 42 ആണ് ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത്. 42 ഇഞ്ച് വിഡ്ത്തിലാണ് വന്നിരിക്കുന്നത്. ഒരു ഡിസൈനിൻ്റെ തന്നെ 6 കളറാണ് നമ്മൾ കാണാൻ പോകുന്നത്. ലൈനിങ് ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാം. ഡെയിലി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകളെല്ലാം സ്റ്റിച്ച് ചെയ്ത് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. പോളിസ്റ്റർ ബേസ് ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിലാണ്. ബ്ലാക്കിനകത്ത് കുറച്ച് ഗ്യാപ്പിലാണ് ഇതിനകത്തുള്ള ഫ്ലവേഴ്സ് പോകുന്നത്. അടുപ്പിച്ചല്ല, ചെറിയ ഫ്ലവേഴ്സ് തന്നെയാണ്. ഒത്തിരി ചെറുതല്ല എങ്കിലും ചെറിയ ഫ്ലവേഴ്സ് തന്നെയാണ്. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ഡിസൈൻ പോകുന്നത്. വൈറ്റ് കളറിൻ്റെ സെൻറ്ററിലായിട്ടൊരു പിങ്ക് കളറിലുമുള്ള പ്രിൻ്റാണ്. ലീവ്സിൻ്റെ കളറെല്ലാം ഗ്രീൻ കളറിലാണ്. ഈ സെയിം ഡിസൈനാണ് നമ്മളിനി എല്ലാത്തിലും കാണാൻ പോകുന്നത്. 42 ആണ് ഇഞ്ചിൻ്റെ വിഡ്ത്ത് വരുന്നത്. 42 ഇഞ്ച് വിഡ്ത്താണ്. 49 റുപ്പീസാണ്. ഇതിന് മുമ്പ് ഞാൻ ചെയ്തിരുന്നത് 42 റുപ്പീസിൻ്റെയാണ്. ഇതിനകത്ത് പോകുന്ന ത്രെഡിൻ്റെ കൗണ്ടിൻ്റെ ഒക്കെ ഡിഫറൻസ് അനുസരിച്ചാണ് കേട്ടോ പ്രൈസ് കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് പീച്ച് കളറിലാണ്. പീച്ച് കളറിനകത്ത് സെയിം പ്രിൻറ്റ് തന്നെയാണ്. ലീവ്സും ഫ്ലവേഴ്സുമായിട്ടുള്ള പ്രിൻറ്റ് തന്നെയാണ്. വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെ നമുക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ഡിസൈൻ എല്ലാം തന്നെ വരുന്നത്. 49 റുപ്പീസാണ് പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഗ്രീനിൻ്റെ ഒരു പേസ്റ്റൽ ടോണിലേക്കാണ് പോയിട്ടുള്ളത്. സെയിം പ്രിൻറ്റ് തന്നെ. എല്ലാത്തിലും പ്രിൻറ്റിൻ്റെ കളറും പ്രിൻറ്റും സെയിം തന്നെയാണ്. ഞാനിതൊന്ന് വെച്ച് കാണിച്ചു തരാം. നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻസ് എല്ലാം തന്നെ വരുന്നത്. ഫാബ്രിക് വന്നിരിക്കുന്നത് അമേരിക്കൻ ക്രേപ്പാണ്. 42 ആണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. 42 ഇഞ്ച്. നെക്സ്റ്റ് വൺ റെഡ് കളറിലാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു ഡിസൈനിൻ്റെ തന്നെ 6 കളറാണ് കേട്ടോ. ഇത് വന്നിരിക്കുന്നത് ഒരു മെറൂണിഷ് ആയിട്ടുള്ള റെഡ് കളറിലേക്കാണ് പോകുന്നത്. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ഡിസൈൻസ് വരുന്നത്. 49 റുപ്പീസാണ് പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു സീ ഗ്രീൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കളറിൽ ഒരു ബ്ലൂ ആണ്. ഓഷ്യൻ ബ്ലൂ എന്നൊക്കെ പറയുന്ന കളറിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ്. 49 റുപ്പീസാണ് പ്രൈസ്. ഇങ്ങനെയാണ് കേട്ടോ അത് വെയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിസൈൻസ് എല്ലാം വരുന്നത്. നെക്സ്റ്റ് വൺ ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് നേവി ബ്ലൂ ഷെയ്ഡിലേക്കാണ് പോകുന്നത്. 49 റുപ്പീസാണ് പ്രൈസ്. സെയിം ഡിസൈൻ സെയിം പ്രിൻറ്റ് തന്നെ. എല്ലാം സ്ക്രീൻ പ്രിൻറ്റിലുള്ളതാണ്. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ഡിസൈൻസ് എല്ലാം തന്നെ വരുന്നത്. നമ്മളിന്ന് കണ്ടത് അമേരിക്കൻ ക്രേപ്പിലുള്ള റണ്ണിങ് ഫാബ്രിക്കിൻ്റെ കളക്ഷനാണ്. ഡിഫറെൻറ്റ് ക്രേപ്പ് മെറ്റീരിയൽ ഞാൻ കൊണ്ടുവന്നിരുന്നു. ഈ അമേരിക്കൻ ക്രേപ്പാണ് കൂടുതലായിട്ട് നമുക്ക് ഡിമാൻഡായിട്ടുണ്ടായിരുന്ന പ്രൊഡക്റ്റ്. ഇത് വന്നിരിക്കുന്നത് 49 റുപ്പീസാണ്. 42 ആണ് ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത്. 42 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെ ചെയ്യാം. ഇന്ന് കണ്ടത് ഒരു 6 കളേഴ്സാണ്. സെയിം ഡിസൈൻ തന്നെ 6 കളേഴ്സാണ് നമ്മൾ കണ്ടത്. ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൻ്റെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യണേ. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.